എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് സുരക്ഷിത താവളമായി കേരളം മാറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി രാജ്യം വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നാലെ ഇവരെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. എന്നാൽ തിരിച്ചറിഞ്ഞവരുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും പിടികൂടിയ ഒരാൾ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളം റൂറൽ മേഖലയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾ ആദ്യ വഴിയിൽ നിർത്തുകയായിരുന്നു. 2000-ഓളം ബംഗ്ലാദേശികളെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മടക്കി അയച്ചത്. നുഴഞ്ഞുകയറ്റക്കാർക്കായി നേരത്തെ തന്നെ ആരംഭിച്ച പരിശോധനയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ശക്തമാക്കുകയായിരുന്നു. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര, മേഘാലയ, ആസാം സംസ്ഥാനങ്ങളിലെത്തിച്ചായിരുന്നു ഇവരെ അതിർത്തി കടത്തിയത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ലോബികളും ഇവിടെയുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങളും സജീവമാണ്. കേരളം ബംഗ്ലാദേശികൾക്ക് സുരക്ഷിത താവളമായിട്ട് നാളുകളേറെയായി എന്ന റിപ്പോർട്ടുകൾ. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തതിൽ മതഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു.